മനോജ് ഡയറക്ടറാണ്. 16 to 17 കല്യാണം കഴിച്ചിരുന്ന ആള് പോലും ഒന്നും മിണ്ടാണ്ടിരിക്കുന്നു. ഗൗരി കൃഷ്ണ പൗർണമി തിങ്കളിൻ്റെ നായികയായിട്ടുള്ള സീരിയൽ ആക്ട്രസ്സാണ്. അതിൻ്റെ തന്നെ ഡയറക്ടറായിട്ടുള്ള മനോജ് പേയടിനെയാണ് അവർ വിവാഹം കഴിക്കുന്നത്. എന്തായാലും 2022 ആ വിവാഹം. ഇപ്പോൾ റീസെൻ്റ്ലി താൻ ഡൈവേഴ്സാണ് എന്നുള്ളൊരു കാര്യമായിട്ട് ഗൗരി കൃഷ്ണ രംഗത്തെത്തിയിട്ടുണ്ട്. അവരുടെ വിവാഹത്തിൻ്റെ അന്ന് തന്നെ ചില വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുള്ളൊരു നടിയായിരുന്നു. കാരണം അവരുടെ വിവാഹത്തിന് ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ തിക്കി തിരക്കുമ്പോൾ ഞങ്ങളൊന്ന് കഴിച്ചോട്ടെ, ഞങ്ങളൊന്ന് ഡ്രസ്സ് മാറിക്കോട്ടെ എന്നുള്ള രീതിയിൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുക. ഒരുപാട് വിമർശനങ്ങളോ ഈ സ്ത്രീക്ക് ഇത്ര വലിയ തൻ്റെടോ, ഈ കല്യാണ മണ്ഡപത്തിൽ ഒരു സ്ത്രീയുടെ ശബ്ദം ഉയർന്നു കേട്ടു, അങ്ങനെയുള്ള രീതിയിലൊക്കെ ഒരുപാട് ബാഡ് കമൻസിനൊക്കെ അവർ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഗൗരി കൃഷ്ണയും മനോജ് പേയാടും തമ്മിലുള്ള ആ വിവാഹ ദിനത്തിലെ ചില അസ്വാരസ്യങ്ങൾ പ്രകടമാക്കുന്നത് നമുക്കൊന്ന് കാണാം. ശേഷം നമുക്ക് എടുക്കാം. വേറെ ഡ്രസ്സേജ് ഉണ്ട്, അത് നമുക്ക് എടുക്കാം. അങ്ങനെ 2022 മുതൽ മനോജ് പേയടിൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ അറിയപ്പെട്ട ഒരു നടി. അവർ സ്വന്തം വ്ളോഗ് എടുക്കുന്നുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനലിൽ ആദ്യം ഇവരുടെ രണ്ടുപേരുടെയൊക്കെ വീഡിയോകൾ വരാറുണ്ട്. പെട്ടെന്ന് അദ്ദേഹത്തിനെ വ്ളോഗിൽ കാണാതെ ഇപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ്, എവിടെയാണ് മനോജ്, എവിടെയാണ്, എന്ത് പറ്റി, നിങ്ങൾ ഡിവോഴ്സ് ആവാറായോ, പിരിഞ്ഞു, അങ്ങനെയുള്ള സ്വാഭാവികമായിട്ടുള്ള കമൻറ്റിന് അവർ മറുപടിയായിട്ട് ഒരു പൊതുവേദിയിൽ അവരോട് ഇത് ചോദിക്കുമ്പോൾ അവർ അതിന് മറുപടി പറയുന്നുണ്ട് കേട്ടോ. വളരെ തൻ്റെപൂർവ്വം. അതൊരു വർഷം മുമ്പാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് കാണാം. മനോജ് ഡയറക്ടറാണ്. 16 to 17 days he's completely going for shoot. രാവിലെ 6:00 പോയാൽ 11:30 വരുന്നത്. ആ സമയത്ത് ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോകും. പിന്നെ കാണുന്നത് ഒരു 3-4 days ആണ് പുള്ളിയെ നമുക്ക് കിട്ടുന്നത്. ആ 3-4 days എനിക്ക് വ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യും. ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ട്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഈ കുറച്ച് പിന്നെ പറയുന്നത് വീഡിയോസിൽ മനോജ് കാണുന്നില്ല. എന്തായാലും അവർ വിവാഹമോചനം കഴിഞ്ഞ് താൻ ഒഫീഷ്യലി ഡിവോഴ്സ് ആണെന്ന് അറിയിക്കുകയും അതിനെ തുടർന്ന് അവർ ഒരു ഇന്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. എന്താ പറയാ, എനിക്കൊരു ഫാമിലി വേണം എന്ന അതിയായ ആഗ്രഹത്തോടുകൂടിയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ആരും എന്നെ ഫോഴ്സ്ഫുള്ളി കല്യാണം കഴിപ്പിച്ചതല്ല. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞത്. ഞാൻ അവിടെ പെർമിഷൻ ചോദിക്കുക പോലും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ഇതായിട്ട് എനിക്ക് എനിക്കൊരു ഫാമിലി ബിൽഡ് ചെയ്യണം, എനിക്കെല്ലാം ഒന്നിച്ച് ചെയ്യണം. കുറച്ച് സമയം എനിക്ക് ഒന്നിച്ച് വേണം. മേ ബി ഞാൻ ഇങ്ങനെ ഭയങ്കര ഒരു ഔട്ടിങ്ങിന് പോയ ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്ന ഒരാളല്ലാത്തത് കൊണ്ടായിരിക്കും എനിക്ക് ആ ഫാമിലി ടൈം വേണം. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതെനിക്ക് കിട്ടുന്നില്ല. നമ്മളൊന്ന് എന്നുള്ള ഒരു സംഭവം കിട്ടിയില്ല, അതില്ല. അത് മീൻസ് അത് അദ്ദേഹത്തിന്റെ തെറ്റല്ല ഒരിക്കലും. ഓരോ വ്യക്തിയും ഓരോ രീതിയല്ലേ. അപ്പൊ അവൾ ഇങ്ങനെ ആഗ്രഹിച്ചു എന്ന് വെച്ചിട്ട് ഞാൻ എങ്ങനെ അദ്ദേഹത്തിന്റെ കുറ്റം. 29ാമത്തെ വയസ്സിൽ തനിക്ക് ഇനിയൊരു മാരേജ് ലൈഫ് വേണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ഉടനെ പാരൻസിൻ്റെ പോലും സമ്മതം ചോദിക്കാതെ ഞാനിതാ ഇങ്ങനെ ഈ ഒരാളെ വിവാഹം കഴിക്കുകയാണെന്ന് പറഞ്ഞ് അയാളുമായിട്ട് ഒരു വർഷം 1.5 വർഷത്തോളം അഫെയർ ആയിട്ടാണ് ഇവർ വിവാഹം കഴിക്കുന്നത്. എന്തായാലും അവർ ആ ഇൻ്റർവ്യൂവിലുടനീളം ഞാൻ എനിക്ക് എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. വളരെ സെൽഫിഷ് മൂഡിലുള്ള ഒരു സ്ത്രീയാണ് അവർ. അപ്പോൾ അവരുടെ ആ ഒരു ഫാമിലി ടൈം അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ശരിക്കും വിവാഹ ജീവിതത്തിൽ അവരുടെ ഒരു പരാതി. ഭർത്താവ് ബിസി ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ഇവർക്ക് തന്നെയുള്ളൊരു ഫാമിലി ടൈമിന് ഇവർക്ക് സമയമില്ല എന്നുള്ളതാണ്. കാരണം ഇവർ അഭിനയം നിർത്തി ഇവർ വ്ളോഗൊക്കെ എടുത്ത് ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ്. അദ്ദേഹം ബിസി ആയിട്ടുള്ള ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ ഷെഡ്യൂൾ കഴിഞ്ഞ് വന്ന് അയാൾക്ക് അടുത്ത ഷെഡ്യൂളിന് പോകേണ്ടി വരും. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന ഈ കോമൺ ഫാമിലി ടൈം ഉണ്ടല്ലോ, അത് കൂടുതൽ ഇവർ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഫാമിലി ടൈം കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഭാര്യ. എന്നാൽ തനിക്കതിന് ആഗ്രഹമില്ല, എനിക്കിങ്ങനെ എൻ്റേതായിട്ടുള്ള താല്പര്യങ്ങളുള്ള ഒരു ഭർത്താവ്, പ്രത്യേകിച്ച് ഒരു ബിസി ആയിട്ടുള്ള സീരിയൽ ഡയറക്ടർ, ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നം എന്നുള്ളത്. പക്ഷേ ഇവർ വിവാഹം കഴിഞ്ഞ ആ ഒരു വർഷത്തിനുള്ളിൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവർ ഈ ഫാമിലി ടൈമിനെ പറ്റിയിട്ടൊക്കെ അതിൽ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. എന്റെ ക്യാരക്ടറുമായിട്ട് എല്ലാവർക്കും ഒത്തുപോകാൻ പറ്റത്തില്ല. ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ചിലപ്പോ, അറിയാമല്ലോ. അപ്പം പക്ഷെ ഹീസ് സച്ച് എ സ്ട്രോങ് മാൻ എന്ന് തോന്നിയിട്ടുണ്ട്. പല ആറ്റിറ്റ്യൂഡിലാണെങ്കിലും എന്താ പറയാ, മെന്റലി ആണെങ്കിലും എല്ലാം കൊണ്ടും ഭയങ്കര സ്ട്രോങ് ആണ് ആള്. ഒരു റിയൽ മാൻ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നി നല്ലൊരു ഹസ്ബൻഡ് ആവും, നല്ലൊരു ഹോം മേക്കർ ആവും തോന്നിയിട്ടുണ്ട്. ഒരു നോർമലി അങ്ങനെ ഒരു ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ രീതികളൊന്നുമില്ല.
ഭയങ്കര ഹോംലിയാണ്. ചേച്ചി ഭയങ്കര ഹോംലി അല്ലേ? ഭയങ്കര ഫാമിലിക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണല്ലേ? അതുപോലെ ഒരാളാന്ന് തോന്നിയതല്ല, ഇപ്പൊ ഏകദേശം എനിക്ക് ഉറപ്പാണ്. ഒരു ന്യൂലി മാരീഡ് കപ്പിള് ആ ഹണിമൂൺ ഡേയ്സിൽ അവർ തമ്മിൽ പരസ്പരം മനസ്സിലാക്കിയ പോലെ അവർ പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിച്ചത് ഒരു ഫാമിലി മാനെയാണ്. രണ്ടുപേരും ഫാമിലിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് എനിക്ക് മനസ്സിലായി, അദ്ദേഹം എൻ്റെ താല്പര്യത്തോട് യോജിച്ച് പോണ ആളാണ്. പിന്നെ അവരവരുടെ ക്യാരക്ടറിനെ പറ്റി തന്നെ ഒരു അനാലിസിസ് നടത്തുന്നുണ്ട്. അതായത് എൻ്റെ ക്യാരക്ടറിനെ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റില്ല, അത് അവർക്ക് തന്നെ സ്വയം അറിയാം. അതായത് ഞാൻ ഒരാളുടെയും കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറല്ല, എളുപ്പമല്ല എന്നെ മാനേജ് ചെയ്യാൻ എന്നുള്ള ആ ഒരു സ്വയം വിലയിരുത്തൽ അവരതിൽ പറയുന്നുണ്ട്. എന്തായാലും പക്ഷേ അദ്ദേഹത്തിന് അത് പറ്റിയെന്നുള്ളതാണ്. രണ്ടുപേരും ഈക്വലി ഭയങ്കര മുൻ ദേഷ്യമുള്ള ആളുകളാണ്. കാരണം ഇവരും ഇവരുടേതായിട്ടുള്ള ചില സ്റ്റാൻഡുകളും ചില പ്രത്യേക കാര്യങ്ങളും ഇവർ തന്നെ പറയുന്നുണ്ട്. ചൈൽഡ്ഹുഡ് മുതൽ ഇവർ ഭയങ്കര ഓവർ മെച്യൂർഡായിരുന്നു. ഒരു ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വീടിൻ്റെ ഡോറും ഗേറ്റും അടച്ചില്ലേ എന്നുള്ള ഉത്തരവാദിത്തത്തോട്, അതായത് ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെറിയ കുട്ടിക്ക് യോജിക്കാത്ത രീതിയിൽ അന്ന് തൊട്ട് തൻ്റെ ആ ഒരു ക്യാരക്ടറിൽ ബോൺ ആൻഡ് ബോട്ടപ്പ് വിത്ത് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയണ പോലെ ഉത്തരവാദിത്തങ്ങളോടെ പിറന്ന ഒരു കുട്ടി സ്വാഭാവികമായിട്ട് അവർ വളരും തോറും അവർക്ക് കൂടുതൽ അത് റിജിഡായിട്ട് ഫാമിലി ഇങ്ങനെ വേണം, ഹസ്ബൻഡ് ഇത്ര മണിക്ക് ഇങ്ങോട്ട് വരണം, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യണം, കുട്ടികളായി കഴിഞ്ഞാൽ കുട്ടികൾ ഇത്ര മണിക്കൂർ പഠിക്കണം, ഇത്ര മണിക്കൂർ പഠിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരം ഓവറായിട്ടുള്ള ഡിസിപ്ലിൻ ശീലങ്ങളുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ചിട്ടകളുമായിട്ട് മറ്റാളുടെ ചിട്ടകൾ നേരെ വിപരീതമാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ടുപേരും ഒരേ ഈക്വൽ പവറാണെങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങനെ വേർതിരിച്ച് പോകും എന്നുള്ളത്, അല്ലെങ്കിൽ വേർപെട്ട് പോകും എന്നുള്ളതിൽ യാതൊരു വക സംശയമില്ല. ഇവർക്കും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. എന്തായാലും വിവാഹമോചനം എന്ന് പറയുന്നത് ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ട്രോമയും അതിൻ്റേതായിട്ടുള്ള ഫ്രസ്ട്രേഷനും ഒക്കെ കൊടുക്കുന്നതാണ്. എന്നാൽ പുരുഷന് അതേ അളവിൽ അത് ഉണ്ടാവണം എന്നില്ല. അവരുടെ ആ വിവാഹാനന്തരമുള്ള ബഹളങ്ങളെ പറ്റിയിട്ട് ഈ ഇൻ്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ അവരൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഭർത്താവ് അതിന് റിയാക്ട് ചെയ്യാതിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളൊന്ന് ഇങ്ങനെ മാറി നിൽക്കൂ. അവരുടെ ആ ഒരു കൈയിൻ്റെ ആക്ഷൻ എടുത്തിട്ടാണ് മറ്റുള്ളവർ. പിന്നെ അടുത്ത് തന്നെ അവർ പറയുന്നുണ്ട്, അതായത് കല്യാണത്തിൻ്റെ അടുത്ത 2-3 ദിവസങ്ങളിൽ അവർക്ക് വല്ലാത്ത ട്രോമയായിരുന്നു. എന്തായാലും നമുക്ക് അവർ അതിനെപ്പറ്റി പറയുന്നതൊന്ന് കേൾക്കാം. ഒന്നും മിണ്ടാതിരിക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തു, നിങ്ങൾ ഒന്ന് സൈഡിലേക്ക് മാറി നിൽക്കും, ഇത്രയേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു ഹാൻഡ് മൂവ്മെന്റ് ഒക്കെ എടുത്ത് തമ്പനയിലിട്ട് അവിടെ കല്യാണം കഴിക്കാനിരുന്ന ഞാൻ എന്തോ വലിയ, ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് അത് അഹങ്കാരമാവുന്നത്. എന്റെ കല്യാണം കഴിഞ്ഞുള്ള ഒരു 2-3-4 ഡേയ്സ് എല്ലാവരുടെയും ലൈഫിൽ ഓർത്തിരിക്കേണ്ട ഒരു ദിവസമാണ്. പക്ഷെ എനിക്ക് അതുപോലും സന്തോഷിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സീരിയസ്ലി. അത് എന്താണെന്ന് ചോദിച്ചാൽ ഇവളാണോ അവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കും? അതെ, ആണ്. അതിനാർക്ക് എന്ത് നഷ്ടം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്റെ അച്ഛനും അമ്മയും അത്യാവശ്യം ഏജ് ആയവരാണ്. അല്ലാതെ അവരെല്ലാം ചെയ്യണം, ഞാൻ മറ്റേ സ്വപ്നലോകത്തെ ഒരു കുട്ടിയെ പോലെ കല്യാണത്തിന് ഇരിക്കും എന്ന് വിചാരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് അല്ല എനിക്ക്. ഞാൻ അവരെ അധികം ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഈവൻ തലേദിവസം പോലും കുറച്ചു പേർക്ക് റൂമിന്റെ ഇഷ്യൂ വന്നപ്പോ രാത്രി 1:30 എന്റെ അച്ഛനെ ഞാൻ ഇറക്കി വിട്ടിട്ടില്ല. ഞാനും ചേച്ചിയും കൂടെ പോയാണ് അവർക്ക് റൂം എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് കൊടുത്ത് രാത്രി 2:30 ഞാൻ തിരിച്ചു വന്നത്. നെക്സ്റ്റ് ഡേ എന്റെ വെഡിങ്. അതിലെങ്ങനെയാണ് അഹങ്കാരമായിട്ട് തോന്നുക? 2 പെൺകുട്ടികളെ പ്രായമായിട്ടുള്ള മാതാപിതാക്കൾ പറയത്തക്ക കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്വരൂപിച്ച് വെക്കാനോ, എന്നാൽ മക്കളെ നല്ല ബോൾഡായി വളർത്തിയ പാരൻസ്. അതിലൊരു മകൾ ആക്ട്രസ്സായി 29 വയസ്സ് വരെ അവർക്ക് വിവാഹം വേണം തോന്നിയില്ല. നല്ല 2 സീരിയലിൽ അവർ ക്യാരക്ടർ റോള്, നല്ല ലീഡിങ് റോള് ചെയ്തുകൊണ്ടിരിക്കെ ആ സംവിധായകനുമായിട്ട് പ്രണയത്തിലാവുന്ന എനിക്ക് വിവാഹം വേണമെന്ന് അവർ വീട്ടിൽ പറയുന്നു. അപ്പോൾ ആ വിവാഹം എന്നുള്ള ആ ഒരു സാധനം അവരുടെ വീട്ടിൽ ആ കുട്ടിയുടെ തന്നെ ആവശ്യമായിട്ട് മാറുന്നൊരു കാര്യമുണ്ട്. ആ ആക്ട്രസിൻ്റെ തന്നെ ആവശ്യം, എനിക്കിപ്പോൾ വിവാഹം കഴിക്കണം. അത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്. അതുവരെ നീ വിവാഹം കഴിച്ചോ, അല്ലെങ്കിൽ നീ 22 വയസ്സിൽ വിവാഹം കഴിക്കണം, ഇനി ഈ സീരിയലൊന്നും വേണ്ട എന്നൊന്നും ആ പാരൻസ് പറയുന്നില്ല. 29ാമത്തെ വയസ്സിൽ മകൾ വിവാഹം കഴിക്കണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് അവരൊപ്പം നിൽക്കുന്നു. പക്ഷെ അതിന് ഫിസിക്കലായിട്ട് അവർക്ക് ഓടാനോ ചാടാനോ അവരുടെ പ്രായത്തിൻ്റെ പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഈ വിവാഹം സ്വന്തം റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറ്റെടുത്ത് നടത്തുകയാണ്. ഈ തലേ ദിവസം വരുന്ന ആൾക്കാരെ റൂം ബുക്ക് ചെയ്യുന്ന ആ ഒരു ചടങ്ങിൽ വരെ ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവർ ആ വീഡിയോയിൽ പറയുന്നത് കേട്ടപ്പോൾ സാധാരണ അമ്മാവന്മാരോ അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാരോ അങ്ങനെ കസിൻ സിസ്റ്റേഴ്സോ കസിൻ ബ്രദേഴ്സോ ഒക്കെ ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു വിവാഹം ഒരു പെൺകുട്ടി തന്നെ എല്ലാ കാര്യവും ഓൾ ഇൻ ഓളായിട്ട് നടത്തുകയും കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം രാവിലെ അണിഞ്ഞൊരുങ്ങേണ്ട വധു
തലേ ദിവസം രാത്രി 2:30 കൂടിയിട്ടാണ് കിടക്കാൻ പോകുന്നത്. അപ്പോൾ അതുവിൻ്റേതായിട്ടുള്ള ഊഷ്മളമായിട്ടുള്ള ഭാവങ്ങളൊക്കെ മനസ്സിൽ വെച്ച് രാത്രി കിടന്നുറങ്ങി രാവിലെ ഞാൻ പോകേണ്ടതാണ്, കല്യാണം കഴിയേണ്ടതാണ് എന്നൊക്കെയുള്ള ആ ഒരു മനസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ പ്രാക്ടിക്കലായിട്ട് തൻ്റെ വിവാഹമാണ്. ആൾക്കാർ വന്നവർക്ക് ഹോട്ടൽ റൂം സൗകര്യം ഇല്ല, ഉടനെ 2:30 ഞാൻ തന്നെ പോകണം. അതിലൊന്നും വേറൊരാളെയും കൈ കടത്താനോ അവരെ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും ശ്രമിക്കാതെയാണ് അവർ ആ വിവാഹം കഴിക്കുന്നത്. എന്തായാലും അവർ ആ ലൈഫിനെ വിലയിരുത്തുന്നുണ്ട്. വിവാഹമോചനത്തിന് ശേഷം അവർ പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, നമുക്കൊന്ന് കേൾക്കാം. ലൈഫ് പോയാ പോയി, പക്ഷെ ഒരു വ്യക്തി നമുക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതം നഷ്ടപ്പെടുന്നു എന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ലൈഫ് പോയാൽ തിരിച്ചു കിട്ടൂല, ഒരാൾ പോയാൽ നമുക്ക് വേറെ തിരിച്ചു കിട്ടും. സത്യം. പക്ഷെ ഗൗരി പറഞ്ഞില്ലേ, ഇപ്പൊ ഗൗരി ഒരു 2.5 വർഷത്തോളം ആ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിൽ മരുന്ന് വരെ മെഡിക്കേഷൻ വരെ എടുത്തു. അപ്പം ഇപ്പോഴത്തെ സൈഡിൽ ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ ഗൗരിനെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഗൗരി വളരെ ഇൻട്രോവേർട്ട് ആണെന്ന് പറഞ്ഞാൽ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡിയും കൂടെയാണ്. സ്വന്തമായിട്ടുള്ള എല്ലാ കാര്യത്തിനും സ്വന്തമായിട്ടുള്ള ഒരു ശരിയും തെറ്റുമുണ്ട്, കാഴ്ചപ്പാടുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. സ്വന്തം ശരിയിൽ വളരെ ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയും പോലും ഇങ്ങനത്തെ ഇൻസിഡൻസ് ഒരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയി മെഡിക്കേഷൻ വരെ എടുക്കേണ്ട ഒരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ ബോൾഡ് ആണ്, എത്ര ബോൾഡ് ആണെന്ന് ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഹെൽപ്ലെസ് ആവും. ചില സിറ്റുവേഷൻ കാരണം നമുക്ക് ഈ പറഞ്ഞതുപോലെ കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ ആണ്, എന്ത് ചെയ്യണം, എവിടെ. അവരാ വിവാഹമോചനത്തിനെ വിലയിരുത്തുന്നത് ലൈഫ്, അതായത് ജീവനപായമൊന്നും ഉണ്ടായില്ലല്ലോ. ഒരു വ്യക്തി നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വേറെ വ്യക്തികൾ അതിനെ റീപ്ലേസ് ചെയ്യാം. പക്ഷേ ജീവിതം അല്ലെങ്കിൽ ജീവൻ പോയി എന്ന് പറയുമ്പോൾ അത്രമാത്രം അവർ ആ ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻ ബിൽഡപ്പ് ചെയ്തു എന്നുള്ളതാണ്. അവരുടെ റിലേഷൻ അങ്ങനെ ആയിത്തീർന്നു. എന്നിട്ടും അവർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. 1 വർഷം മുമ്പ് വരെ അദ്ദേഹത്തിൻ്റെ തിരക്കുകൊണ്ടാണ് എന്നെ വ്ളോഗിൽ കാണാത്തതെന്ന് പറഞ്ഞ് വാദിച്ച് ഓൺലൈൻ മീഡിയക്കാരുടെ മുമ്പിൽ നിന്നിരുന്ന ആൾക്ക് ആ 1 വർഷത്തിനുള്ളിൽ തന്നെ മനസ്സിലാവുകയാണ് ഇതിലിനിയിപ്പോൾ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തവിടെ പ്രത്യേകമായിട്ടുള്ളൊരു ഗുണമല്ലേ. ഇവരിങ്ങനെ സങ്കടപ്പെട്ടിരിക്കും. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഇടയിലാണ്, ഒരു ഷൂട്ടിങ്ങിൻ്റെ ഇടയിലാണ്. അയാൾക്കത് മറന്നിട്ട് ഭാര്യയുടെ അത്രമാത്രം സെൻറ്റിമെൻറ്റ്സ് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല എന്നുള്ളതാണ് അവരുടെ ഒരു ക്യാരക്ടറിൻ്റെ പ്രത്യേകതയാണ്. 2 പേരും സ്വന്തം ഞാൻ എനിക്ക് കൂടുതൽ അവർ പറയുന്ന ഒരു ഇതുണ്ടല്ലോ. അവർ 2 പേരും ഒരു സെൽഫ് ലവിങ് പേഴ്സൺസ് ആണ്. 2 പേർക്കും 2 പേരോട് തന്നെയാണ് സ്നേഹം. അവരുടെ പ്രിൻസിപ്പിൾസ്, അവരുടെ ചിന്താഗതികൾ ഇതൊക്കെ പ്രാക്ടിക്കലാക്കണം എന്ന് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയാണ്. ഈ ഗൗരികൃഷ്ണ വിചാരിക്കുന്നത് ഹസ്ബൻഡ് തൻ്റെ രീതിയിലേക്ക് വന്ന് ഫാമിലി ടൈം ഉണ്ടാക്കി ഷൂട്ടിംഗ് ടൈം വേറെയാക്കി ഇവർക്ക് വേണ്ടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം. അയാളെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ കരിയറിൻ്റെ ഒരു പീക്കാണ്. ഇതിലെനിക്ക് ഇനി ഭാര്യയ്ക്ക് കൂടുതൽ സമയം കൊടുത്തോ അല്ലെങ്കിൽ ഭാര്യയെ പാമ്പർ ചെയ്തോ ഇരിക്കാനുള്ള സമയമില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ബിൽഡപ്പ് ചെയ്യാനുള്ളൊരു സമയമാണ് എന്നുള്ള ഒരു ഗ്രൗണ്ടിൽ അവരും ധാർഷ്ട്യവും ഒരു സെൽഫിഷ്നെസ്സും ഞാൻ എന്ന ഭാവവും ഈഗോവും ഉള്ള, സത്യം പറഞ്ഞാൽ ഈഗോ ക്ലാഷാണ് ഇവരുടെ ഇടയിൽ. 2 പേരും വളരെ ഈഗോ ഉള്ള ആളുകളാണ്. ആ ഈഗോ ഒന്ന് വിട്ട് വീണ് ചിന്തിക്കാനായിട്ട് സ്ത്രീയുടെ ഭാഗത്തുനിന്നും ഒരു ശ്രമം ഉണ്ടാവുന്നില്ല, പുരുഷൻ്റെ ഭാഗത്തുനിന്നും. അപ്പോൾ തീർച്ചയായിട്ടും ഡിവോഴ്സ് ഇറ്റില്ല. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി.